അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. പള്ളിയിൽ നിന്നും ബാങ്ക് വിളി അങ്ങുയർന്നു. ആകാശത്തെ ഇരുട്ടൊക്കെ മാറി പിച്ചള നിറം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ദമസ്കസിലെ ഇടുങ്ങിയ വഴികളിലൊക്കെ നല്ല സമാധാനം അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഈ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിലും ഒരു പാവം പെണ്ണിൻ്റെ കൽബ് പൊട്ടിക്കരയുകയായിരുന്നു ഫാത്തിമ. അവളുടെ കയ്യിൽ വുളു എടുത്ത വെള്ളം ഇറ്റു വീഴുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ വേഗത്തിലാണ് അവൾ കണ്ണ് നിറഞ്ഞൊഴുകുന്നത്. ഇന്ന് പതിവ് പോലെ തന്നെ ആ കിളവി ഹലീമ ബീഗം അവളെ ഉറക്കത്തിൽ നിന്നും വലിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് തുടങ്ങിയതാണ് ആട്ടും തുപ്പും. എന്താടി, ഉറങ്ങി തീർന്നിട്ടില്ലേ? ഉറക്കത്തിൽ തന്നെ അള്ളാഹുവിനെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? വല്ല പണിയും എടുക്കാനുണ്ടോ? ഇത് വല്ല നവാബിൻ്റെ കൊട്ടാരമോ നീ വാഴാൻ? എൻ്റെ മോൻ നിന്നെ കെട്ടിക്കൊണ്ടുവന്നത് ഇവിടെ പണിയെടുക്കാനാണ്, അല്ലാതെ ഇങ്ങനെ തമ്പുരാട്ടിയായി വാഴാനല്ല. ഒന്നിനും കൊള്ളാത്തവൾ. ഫാത്തിമ ഒന്നും മിണ്ടിയില്ല. തല താഴ്ത്തി എല്ലാം സഹിച്ചു. അവളുടെ അസ്ഹർ പുറത്തെ പണിയിലാകെ തിരക്കിലാണ്. വീടിൻ്റെ മൊത്തം ഭരണം ഈ ഉമ്മയുടെ കയ്യിലാണ്. ചെറുപ്പം മുതലേ ഫാത്തിമ പഠിച്ചത് ഒന്നു മാത്രം: ക്ഷമ. കല്യാണം കഴിഞ്ഞിട്ടും അവളുടെ ഏറ്റവും വലിയ ആയുധം അതുതന്നെയായിരുന്നു. പക്ഷേ ഇന്ന് ഹലീമ ബീഗം പറഞ്ഞ ആ വാക്ക് അവളുടെ കൽബിൽ കത്തിക്കയറുന്ന പോലെയായിരുന്നു. നിന്റെ ഉമ്മയും ഉപ്പയും നിനക്ക് ഒന്നും പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലേ? അതോ ഞങ്ങളുടെ തലയിൽ ഇങ്ങനെ കെട്ടിവെച്ചതാണോ? അതോ ഒരു കുഷ്ഠരോഗിയെ വീട്ടിൽ കയറ്റിയ പോലെ ഉണ്ടല്ലോ. ഇത് കേട്ട് ഫാത്തിമയുടെ കണ്ണ് നിറഞ്ഞു തൂവി. അന്ന് വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ ഉമ്മ പറഞ്ഞ ആ വാക്കുകൾ കാതിൽ മുഴങ്ങി: മോളെ, ക്ഷമിക്കണം, എന്നാൽ അള്ളാഹു എല്ലാം കാണുന്നുണ്ട് ട്ടോ. അടുക്കളയിൽ റൊട്ടി ഉണ്ടാക്കാൻ തന്തൂർ കത്തിക്കുമ്പോൾ അവളുടെ കൈ പൊള്ളുന്നുണ്ടായിരുന്നു. പക്ഷേ കൽബിലെ നീറ്റലായിരുന്നു അതിലും വലുത്. അപ്പോഴുണ്ട് അങ്ങോട്ട് ഹലീമ ബീഗം വീണ്ടും വരുന്നു. എന്താടി ഇങ്ങനെ ഉണ്ടാക്കിയത്? ഇത് മനുഷ്യർക്ക് തിന്നാൻ പറ്റുന്നുണ്ടോ? എൻ്റെ മോന് നീ കരിഞ്ഞ റൊട്ടി കൊടുക്കുമോ? പേടിയില്ല നിനക്ക് അള്ളാനെ? എന്നിട്ടും എന്ന് പറഞ്ഞ് അടുപ്പിലിരുന്ന പഴുത്ത തവിയെടുത്ത് അവളുടെ കയ്യിൽ അങ്ങ് വെച്ചു കൊടുത്തു. ഫാത്തിമ വേദന കൊണ്ട് നിലവിളിച്ചുപോയി. പക്ഷേ അപ്പോഴും അവൾ ചുണ്ടു കടിച്ചമർത്തി ആ വേദന സഹിച്ചു. അപ്പോഴാണ് അസ്ഹർ അങ്ങോട്ട് വന്നത്. കയ്യിലെ പൊള്ളൽ കണ്ട് അവൻ ചോദിച്ചു: എന്താ ഫാത്തിമ ഇത്? കൈ എങ്ങനെയാ പൊള്ളിയത്? അവൾ മറുപടി പറയാൻ വായ തുറന്നപ്പോഴേക്കും ഉമ്മ കയറി പറഞ്ഞു: അതൊന്നുമില്ലടാ, പണിയെടുക്കാൻ അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ പൊള്ളിച്ചതാ. അസ്ഹർ ഉമ്മയെയും അവളെയും മാറി മാറി നോക്കി. ഒന്നും മിണ്ടിയില്ല. നേരം വൈകുന്നേരമായി. പുറത്തു നിന്ന് ആരോ വാതിലിൽ മുട്ടുന്നു. പേടിച്ച 2 രൂപത്തിലുള്ള ഒരാളാണ് പുറത്ത്. ഫാത്തിമ ഇവിടെയുണ്ടോ? അയാൾ ചോദിച്ചു. ഹലീമ ബീഗം കടുപ്പത്തിൽ ചോദിച്ചു: എന്തിനാ നീ എൻ്റെ മരുമകളെ അന്വേഷിക്കുന്നത്? പോ ഇവിടുന്ന്. പക്ഷേ ആ മനുഷ്യൻ വിട്ടില്ല. എനിക്ക് അവളോടൊരു രഹസ്യം പറയാനുണ്ട്. അസ്ഹറും അങ്ങോട്ട് വന്നു. ഒടുവിൽ ആ മനുഷ്യൻ ഒരു തുണ്ട് കടലാസ് ഫാത്തിമയുടെ നേരെ എറിഞ്ഞു കൊടുത്തു. ഇരുട്ടിലേക്ക് നടന്നു പോയി. ആ കടലാസിൽ അഡ്രസ്സ് ഉണ്ടായിരുന്നു. ഫാത്തിമ അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല ഫാത്തിമക്ക്. ആരായിരിക്കും അയാൾ? എന്ത് രഹസ്യമായിരിക്കും അയാൾക്ക് പറയാനുള്ളത്? പിറ്റേന്ന് രാത്രി ആരും കാണാതെ ഫാത്തിമ ആ അഡ്രസ്സിലേക്ക് കത്തയച്ചു. ഒരു പഴയ കെട്ടിടത്തിൽ ആ മനുഷ്യൻ അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അയാൾ അവൾക്ക് ചില രേഖകൾ കാണിച്ചു കൊടുത്തു. ഫാത്തിമ, നിന്റെ ഉപ്പ മരിച്ചിട്ടില്ല. നിന്റെ ഉപ്പ ജീവനോടെയുണ്ട്. ഫാത്തിമയുടെ മനസ്സ് പാളിപ്പോയി. എൻ്റെ ഉപ്പയോ? ഉപ്പ മരിച്ചു എന്നല്ലേ എല്ലാവരും പറഞ്ഞത്? അല്ല മോളെ, ഇവർ നിന്നെ ചതിക്കുകയായിരുന്നു. നിന്റെ ഉപ്പയുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി ഹലീമ ബീഗം ഉണ്ടാക്കിയ വലിയൊരു ചതിയായിരുന്നു ഇത്. നിന്റെ ഉപ്പയെ ഇവർ ഒരു രഹസ്യ കേന്ദ്രത്തിൽ പൂട്ടിയിരിക്കുകയാണ്. അതൊരു വലിയ പോരാട്ടത്തിൻ്റെ തുടക്കമായിരുന്നു. ഫാത്തിമ അസ്ഹറിനോട് സത്യമെല്ലാം പറഞ്ഞു. ആദ്യം അവർ വിശ്വസിച്ചില്ലെങ്കിലും ആ രേഖകൾ കണ്ടപ്പോൾ അവൻ്റെ കണ്ണ് തള്ളിപ്പോയി. സ്വന്തം ഉമ്മ ഇത്ര വലിയ ചതി ചെയ്യുമെന്ന് അവൾ കരുതിയില്ല. അസ്ഹറും ഫാത്തിമയും കൂടി ആ രഹസ്യ തടവറയിൽ പാഞ്ഞു. അവിടെ അസ്ഥിക്കൂടം പോലെ മെലിഞ്ഞൊട്ടിയ ഒരു മനുഷ്യൻ ചങ്ങലയിൽ കിടക്കുന്നു. അത് അവളുടെ ഉപ്പയായിരുന്നു. ഉപ്പ എന്ന വിളിയിൽ വർഷങ്ങളുടെ സങ്കടം ഇരുമ്പിക്കയറി. അസ്ഹർ ആ ചെങ്ങല തകർത്തു. അപ്പോഴേക്കും ഹലീമ ബീഗവും ആൾക്കാരും അവിടെ എത്തി. എൻ്റെ ചതി നീ കണ്ടെത്തിയില്ലേ? നിങ്ങളെ ആരെയും ഞാൻ ജീവനോടെ വിടില്ല, അവൾ അലറി.
പക്ഷേ ആ അജ്ഞാതൻ നേരത്തെ വിവരമറിയിച്ചിരുന്നു. പോലീസ് എത്തി ഹലീമ ബീഗത്തെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ഫാത്തിമയുടെ വീട്ടിൽ സമാധാനം തിരിച്ചു വന്നു. തൻ്റെ ഉപ്പയെ അവൾ പൊന്നുപോലെ നോക്കി. ഹലീമ ബീഗം ജയിലിൽ കിടന്ന് തൻ്റെ തെറ്റുകൾ ഓർത്ത് തൗബ ചെയ്തു. ക്ഷമ അത് കൈവിടാതെ പിടിച്ചാൽ ഒടുവിൽ അള്ളാഹു വലിയൊരു സന്തോഷം തന്നെ എന്നതിൻ്റെ തെളിവായിരുന്നു ഫാത്തിമയുടെ ജീവിതം. പ്രിയ കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.